ലോക മലയാളി സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള മലയാളികളിൽ പ്രമുഖരായ കലാ സാംസ്കാരിക വാണിജ്യ മേഖലയിലുള്ള മലയാളികളെ ഓരോ മലയാളിക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്ന പരിപാടിയാണ് ഗ്ലോബൽ കേരളം. ഞാൻ ജനിച്ചു വളർന്നത് കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹൈദരാബാദിൽ വന്നിട്ട് 38 വർഷമായി. ഞാൻ വിദ്യാഭ്യാസ മേഖലയിലാണ്. ഞാനിപ്പോൾ തെലങ്കാനയിലെ ട്രൈബൽ വെൽഫെയർ റെസിഡൻഷ്യൽ സ്കൂൾ സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റിയാണ്. അത് ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് അണ്ടർ ഗവൺമെന്റ് ഓഫ് തെലങ്കാനയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ 20 വർഷമായി ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ ജീവിതം ഒരു ടീച്ചറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി. പിന്നെ ഒരു 8-9 സ്കൂളിൻ്റെ ഡീൻ ഓഫ് അക്കാഡമിക്സ് ആയിട്ട് വർക്ക് ചെയ്തു. 2012 ഞാൻ ഈ ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നെ കൺസൾട്ടൻ്റായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നിയമിക്കുകയുണ്ടായി. ഇപ്പോൾ ആ മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. തെലങ്കാന സർക്കാർ ഈ ട്രൈബൽ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസത്തിന് വളരെ ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഈ സൊസൈറ്റികൾ ഫോം ചെയ്ത് അതിനു വേണ്ടിയിട്ടാണ് ട്രൈബൽ വെൽഫെയർ റെസിഡൻഷ്യൽ സ്കൂൾ സൊസൈറ്റി എന്ന് പറയും. അതിൻ്റെ കീഴിൽ ഒരു 186 സ്കൂളുകളുണ്ട്. പിന്നെ ആശ്രം സ്കൂൾസ് ഉണ്ട്. അത് ട്രൈബൽ വെൽഫെയറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ആശ്രം സ്കൂൾസ് വരുന്നത്. പിന്നെ ഒരു 23 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾസ് എന്ന് പറയും. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇത് ഈ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ മിക്ക സ്റ്റുഡൻസും ഈ പ്രിമിറ്റീവ് ആൻഡ് വളറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്, ഒരു 5 ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട് തെലങ്കാനയിൽ. ഇതിൻ്റെ കീഴിൽ വരുന്നവരാണ്. ഇത് മിക്ക സ്റ്റുഡൻസും ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സാണ്. ഇപ്പോഴും തെലങ്കാനയിൽ നമുക്ക് ഹണ്ടർ ഗ്യാദറേഴ്സിനെ കാണാൻ പറ്റും. കൃഷി ചെയ്ത് വനഭൂമി തെളിച്ച് കൃഷി ചെയ്യുന്നവരും വേട്ടയാടി ജീവിക്കുന്നവരെയും ഇപ്പോഴും നമുക്ക് തെലങ്കാനയുടെ ചില ഭാഗങ്ങളിൽ കാണാൻ പറ്റുന്നതാണ്. ഈ തെലങ്കാന ട്രൈബൽ വെൽഫെയർ റെസിഡൻഷ്യൽ സ്കൂൾസ് വളരെ പ്രോഗ്രാംസ് ഉണ്ട്. അവർക്ക് 156 സ്കൂളുണ്ട്. ഞാനിത് മുമ്പ് പറഞ്ഞിരുന്നു. 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഉണ്ട് സ്കൂൾ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി കോളേജ്, 22 ഡിഗ്രി കോളേജസ് ഉണ്ട്. പിന്നെ ഒരു പ്രൊഫഷണൽ PG കോളേജ് ഉണ്ട്. തെലങ്കാനയിൽ PVTGs എന്ന് പറയും, പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്. 5 ഗ്രൂപ്പുകളാണുള്ളത്. ഒന്ന് ചെഞ്ചൂസ്, രണ്ടാമത്തെ കോലംസ്, മൂന്നാമത്തേത് തോട്ടീസ്, നാലാമത്തേത് കൊണ്ടറെഡ്ഡീസ് ആൻഡ് പോഡ് നായക്സ്. ഈ ട്രൈബൽ ഗ്രൂപ്പ് മിക്കവരും നോർത്തേൺ തെലങ്കാനയിലാണ് കാണപ്പെടുന്നത്. ആദിലാബാദ്, നിസാമാബാദ്, ഖമ്മം, ഭദ്രാചലം, ഈ ഏരിയയിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രത്യേകമായ സ്കൂളുകളും വികസനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടത്തപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾസ് ഒരു 23 തെലങ്കാനയിൽ സ്ഥാപിച്ചത്. ഈ തെലങ്കാനയിൽ ഈ ട്രൈബൽസ് മിക്കവരും വളരെ ഈ കാടിൻ്റെ ഉൾഭാഗത്തുള്ള കുട്ടികളാണ് ഇത് വരുന്നത്. അപ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അവർക്ക് നോട്ട്ബുക്സ്, ടെക്സ്റ്റ് ബുക്സ്, അതുപോലെ സ്കൂൾ യൂണിഫോം, ട്രങ്ക് പെട്ടികൾ, നൈറ്റ് ഡ്രസ്സ്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്സ്, പ്ലേറ്റ്സുകൾ, ഗ്ലാസ്സുകൾ, അത് ഫുഡ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാ ഗേൾസ് സ്കൂളുകളിലും ഗേൾസിന് കോസ്മെറ്റിക് ചാർജസ് ഓരോ സ്കൂളുകളും അതേ സ്കൂളിൻ്റെ എത്ര കുട്ടികളുണ്ട് ആ ഗേൾസിന് എല്ലാവർക്കും കോസ്മെറ്റിക് ചാർജസും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് ഹെയർ കട്ടിങ് ചാർജസ് എവറി മന്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പോഷകാഹാരങ്ങൾ രാവിലെ റാഗിയും, ഈ തെലങ്കാനയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് റാഗിയും മില്ലറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ അവർക്ക് അതിൽ മില്ലറ്റ് കൊണ്ടുള്ള ദോശകളും ഇഡ്ഡലികളും കൊടുക്കുന്നുണ്ട്. പോഷകാഹാരങ്ങളുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ ഉണ്ടാവും. 15 ദിവസം കൂടുമ്പോൾ മട്ടൺ കൊടുക്കുന്നുണ്ടാവും കുട്ടികൾക്ക്. അതുപോലെ തന്നെ മില്ലറ്റ് ബിസ്ക്കറ്റ്സ്, അതൊരു നല്ല പദ്ധതിയാണ് ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മില്ലറ്റ് ബിസ്ക്കറ്റ്സും മില്ലറ്റും ജാവയും കൊണ്ടുള്ള ഉപ്മാവ് കുട്ടികൾ കൊടുക്കുന്നുണ്ട്. പിന്നെ രാത്രിയിലും ഭക്ഷണമുണ്ട്. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ചായയും സ്നാക്സും ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെല്ലാവരും, ഓഫീസേഴ്സ് എല്ലാവരും ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളും ഒരു ആപ്പ് ഉണ്ട്. അതിൽ അന്നപൂർണ സോഫ്റ്റ്വെയർ എന്ന് പറയും.
അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ മോണിറ്റർ ദ സ്റ്റോക്ക് കുട്ടികൾക്ക് ഓരോ സ്കൂളിലും ഇത്ര സ്റ്റോക്ക് എന്ന് കണക്കനുസരിച്ച് ആ സ്റ്റോക്ക് വെരിഫിക്കേഷന് നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. എല്ലാ സ്കൂളുകളിലും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു BSc നഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പനേഷ്യ ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞൊരു ഹെൽത്ത് സെന്റർ ഉണ്ട്. കുട്ടികൾക്ക് ഇൻഫർമറി, പനേഷ്യ ഹെൽത്ത് സെന്റർ എന്ന് പറയും, ഇൻഫർമറി 4-5 കുട്ടികൾക്ക് ഒരേ സമയം കിടക്കാനുള്ള ഒരു വലിയൊരു മുറിയിൽ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും അവരുടെ ഹെൽത്ത് മോണിറ്ററിംഗ് ഉണ്ട്. ഈ ഹെൽത്ത് മോണിറ്ററിംഗ് ചെയ്താലും ഹെഡ് ഓഫീസിൽ ഒരു ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് ഉണ്ട്, ഒരു ഡോക്ടറാണ്, അവരുടെ ഒരു സംഘമുണ്ട്. ഈ സ്കൂളുകളിൽ നിന്നെല്ലാം വരുന്ന റിപ്പോർട്ടുകൾ മുഴുവൻ അവർ പരിശോധിച്ച് ക്രോണിക് കേസസ് ആണെങ്കിലും സീരിയസ് കേസസ് ആണെങ്കിലും ഉടനെ അവർ ഏരിയ ഹോസ്പിറ്റലിലേക്കും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്കും അവർ റെഫർ ചെയ്യുന്നുണ്ട്. അക്യൂട്ട് കേസസ് ആണെങ്കിൽ, വളരെ സീരിയസ് കേസ് ആണെങ്കിൽ അവരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ അതുപോലെ മറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കും കുട്ടികളെ കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ ചില കുട്ടികൾ, പ്രത്യേകിച്ചും ഈ പേരൻസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ കുട്ടികളെ, അവർ മിക്കവരും അഗ്രികൾച്ചറാണ്, ലേബറേഴ്സാണ്. അപ്പോൾ അവരെ പാടങ്ങളിലേക്കും അതുപോലെ തന്നെ വനത്തിലേക്ക് വിറകുകൾ ശേഖരിക്കാനും കായ്കൾ ശേഖരിക്കാനൊക്കെ കൊണ്ടുപോകും. ചില കുട്ടികൾ മിക്കവരും സ്കൂളിൽ ജോയിൻ ആയാലും പിന്നെ ഡ്രോപ്പ് ഔട്ട്സ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇവരെ വീണ്ടും സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2-3 പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന്, പേരൻസിനെ ഞങ്ങൾ വർഷത്തിൽ 3 പ്രാവശ്യം സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ വരുമ്പോൾ അവിടെ നന്നായിട്ട് സ്വീകരിക്കുന്നു, അവരെ നന്നായിട്ട് സൽക്കരിച്ച് നല്ല ഊണൊക്കെ കൊടുത്ത് അവരെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. അവർക്ക് ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്പേർട്സിനെ, ഈ സ്കൂളിൽ തന്നെ പഠിച്ച കുട്ടികൾ, അവരുടെ അതേ കുലത്തിൽപ്പെട്ട കുട്ടികൾ ഡോക്ടർമാരുണ്ട്, അവരെ കൊണ്ട് തന്നെ ഇവരെ സംസാരിപ്പിക്കും. അപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷനാണ് അത്. അതുപോലെ തന്നെ എല്ലാ ഹോളിഡേയ്സിലും ടീച്ചർമാരും പ്രിൻസിപ്പാൾമാരും ഹെഡ് മാസ്റ്റർമാരും എല്ലാം അവരവരുടെ ഈ തണ്ടാസ് എന്ന് പറയും, തണ്ടാസ് എന്ന് പറഞ്ഞാൽ ട്രൈബൽസ് താമസിക്കുന്ന ഒരു ഏരിയയാണ്. ആ തണ്ടായിലേക്ക് പോവുകയും കുട്ടികളെ കാണുകയും പാരൻസിനോട് വിശേഷങ്ങൾ തിരക്കുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊരു എൻകറേജ്മെന്റ് ആണ്. അപ്പോൾ ഇത്രയും ടീച്ചർമാർ ഞങ്ങളുടെ ഊരിലേക്ക് വന്നല്ലോ, ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നല്ലോ എന്നുള്ളൊരു പ്രത്യേകതയാണ്. പിന്നെ അവർക്ക് ചെല്ലുമ്പോഴേ അവർക്ക് എന്തെങ്കിലും ചില പുസ്തകങ്ങളോ അല്ലെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ കുട്ടികളെ വീണ്ടും സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. തെലങ്കാനയിൽ ഈ ട്രൈബൽ ഏരിയാസിൽ ബൈ ആൻഡ് ലാർജ് സർക്കാർ ബസ്സുകളുണ്ട്. പല്ലവെലുഗു എന്ന് പറഞ്ഞ ബസ്സസ് സർക്കാർ വിടുന്നുണ്ട്. യാത്രാ സൗകര്യങ്ങൾ കമ്പയർ ടു അതർ സ്റ്റേറ്റ് തെലങ്കാനയിൽ നന്നായിട്ടാണ്. റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. എങ്കിലും ഈ സ്കൂളുകളിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എപ്പോഴും സ്കൂളിൽ എപ്പോഴും ഒരു സ്റ്റാൻഡ് ബൈ ആംബുലൻസോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ, മിനിമം ഒരു ഓട്ടോറിക്ഷ, 7 സീറ്റർ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ചെറിയ ജീപ്പോ, ഈ കാടുകളിലേക്ക് പോകാനുള്ള ഒരു ജീപ്പോ എപ്പോഴും സന്നദ്ധമായിട്ട് ഒരു സ്കൂളിൽ ഉണ്ടാവും. അത് പ്രിൻസിപ്പാളിൻ്റെ കൺട്രോളിലാണ്. എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതുകൊണ്ട് ഇടപാടുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ സ്ഥാപനം, ഈ ട്രൈബൽ വെൽഫെയർ റെസിഡൻഷ്യൽ സ്കൂളുകളെല്ലാം പക്ക ബിൽഡിംഗ് ആണ്. അത് ഗവൺമെന്റ് കോൺട്രാക്ട് എടുത്തിട്ട് അവർക്ക് ക്ലാസ് റൂമുകളും 10-16 ക്ലാസ് റൂമുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഡോർമെട്രീസ് സെപ്പറേറ്റ് ഉണ്ടാവും. അതുപോലെ ഡൈനിങ് ഹാൾ സെപ്പറേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. അതുപോലെ പെർമനന്റ് എംപ്ലോയീസ് ഉണ്ടാവും, അതിൽ കുക്സും പിന്നെ അതിനോട് സംബന്ധിച്ചുള്ള ആൾക്കാരും കാണും. അതുപോലെ ഔട്ട്സോഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും. അവർക്ക് പിന്നെ വേറെ അവർക്കുള്ള ശുചീകരണം ആയിട്ടുള്ള ടോയ്ലറ്റ്സും അവർക്ക് സെപ്പറേറ്റ് ഉണ്ട്. ക്ലാസ് റൂമുകളിൽ സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ ഡോർമെട്രീസും സെപ്പറേറ്റ് ഉണ്ട്. അതിൽ നൈറ്റ് വാച്ച്മാൻ ഉണ്ട്. ഗേൾസിൻ്റെ സ്കൂളാണെങ്കിൽ ഒരു ലേഡി വാച്ച്വുമൺ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ബോയ്സിൻ്റെ സ്കൂളാണെങ്കിൽ നൈറ്റ് വാച്ച്മാനും നൈറ്റ് പട്രോളിങ്ങും ഒക്കെ ഉണ്ടാവും. പിന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർ എപ്പോഴും റോന്തിന് വരികയും അവരവിടെ ഒപ്പിട്ട്, അവർക്ക് എപ്പോഴും ഒരു ബുക്ക് ഉണ്ടാവും. അത് ചെയ്തിട്ട് എന്നും വന്ന് അവർ സൈൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ ഈ വനവാസികൾ, ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഹൈദരാബാദിൽ തന്നെ ഒരു വലിയൊരു മ്യൂസിയം തന്നെ ഏർപ്പാടുണ്ട്. അതൊരു പ്രത്യേക വലിയ ഒരു മ്യൂസിയമാണ്. അതിൽ പല വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽസിൻ്റെയും കൾച്ചറും അവരുടെ ഡ്രസ്സുകളും അവരുപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങളൊക്കെ കാണാൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ഗിരിജൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയിൽ അവർ തേനുകൾ, അതുപോലെ തന്നെ ചില ആയുർവേദ ഔഷധങ്ങൾ,
അതൊക്കെ വിൽക്കുന്നുണ്ട്. വളരെ ഡിസ്കൗണ്ട് റേറ്റിൽ വിൽക്കുന്നുണ്ട്. അങ്ങനെ ഗവൺമെൻറ് അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ സ്കൂളിലും എന്തെങ്കിലും ട്രൈബൽ ഫെസ്റ്റിവൽ, ഒരു തീജ് എന്ന് പറഞ്ഞൊരു ട്രൈബൽ ഫെസ്റ്റിവൽ ഉണ്ട്. ട്രൈബൽ ഫെസ്റ്റിവൽ വരുവാണെങ്കിലും കുട്ടികൾ ആ ട്രൈബൽ ഡാൻസ് കണ്ടക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ അടുത്തതായിട്ട് എല്ലാ സ്കൂളിലും ഒരു ട്രൈബൽ കോർണർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ട്രൈബൽസ്, പല വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽസ് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, വസ്ത്രങ്ങൾ, അവരുടെ ആഭരണങ്ങൾ, അവരുടെ പ്രോഡക്ട്സ് ഒക്കെ ഞങ്ങൾ ചെയ്യാനുള്ളൊരു ആലോചന ഇപ്പോൾ ഞങ്ങൾ അടുത്തായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ സ്കൂളുകളിലേക്ക് ഞങ്ങളൊരു കോമൺ എൻട്രൻസ് ടെസ്റ്റാണ് നടത്തുന്നത്. പ്രത്യേകിച്ചും ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും ട്രൈബൽ വെൽഫെയർ റെസിഡൻഷ്യൽ സ്കൂളിലും ഒരു എൻട്രൻസ് നടത്തുന്നുണ്ട്. ഈ ട്രൈബൽ വെൽഫെയർ സ്കൂളുകൾ ഞാൻ പറഞ്ഞതുപോലെ അത് 5ാം ക്ലാസ് തൊട്ട് ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വരെയുണ്ട്. അതേസമയം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 6ാം ക്ലാസ് തൊട്ട് +2 വരെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിലൊരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അത് ഈ മാസം ഏപ്രിൽ മാസങ്ങളിലും മാർച്ച് മാസങ്ങളിലുമാണ് നടത്തുക. അത് വൈഡ്ലി പബ്ലിഷ്ഡ് ആയിരിക്കും. അത് ഓൺലൈൻ ആയിരിക്കും. അതിനൊരു ഡേറ്റ് ഉണ്ട്. സാധാരണ ഓൺലൈൻ മത്സര പരീക്ഷ നടത്തുന്ന പോലെ നടത്തുകയായിരിക്കും അത്. അതിൽ വരുന്ന കുട്ടികളെ ഒരു സ്കൂളിൽ ട്രൈബൽ വെൽഫെയർ 600 കുട്ടികളാണ് മാക്സിമം ഇൻടേക്ക്. 400 കുട്ടികളാണ് ഏകലവ്യ മോഡൽ സ്കൂളിൽ മാക്സിമം ഇൻടേക്ക്. അപ്പം ഇതിൽ വരാത്ത കുട്ടികളെ ഞങ്ങൾ ചേർന്നിട്ട് ചില കുട്ടികളും ഡ്രോപ്പ് ഔട്ട് ആവുന്നുണ്ട്. അപ്പം അങ്ങനെ കുട്ടികളെ ഫോൺ ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ വീടുകൾ അന്വേഷിച്ച്, ലോക്കൽസിൻ്റെ സഹായത്തോടെ വീടുകൾ അന്വേഷിച്ച് നിർത്തി പോവുകയും അവരെ സ്കൂളിലേക്ക് വീണ്ടും ഞങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലും ട്രൈബൽ വിഭാഗത്തിലും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞൊരു 6 സ്കൂളുകൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ സെൻറ്റർ ഓഫ് എക്സലൻസിലും ഞങ്ങളൊരു കോമൺ എൻട്രൻസ്, ഈ 156 സ്കൂളുകളിൽ നിന്നും ഈ 23 ഏകലവ്യ സ്കൂളിൽ നിന്നും സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ COE എന്ന് പറയും. സെൻറ്റർ ഓഫ് എക്സലൻസിലേക്ക് വേണ്ടിയിട്ട് കുട്ടികളെ തിരഞ്ഞെടുക്കുകയും ഈ കുട്ടികളെ ഈ പ്രത്യേക സെൻറ്ററിൽ വെച്ചിട്ട് IIT, നീറ്റ്, JEE ഈ 3 ഓൾ ഇന്ത്യ ലെവലിലുള്ള എക്സാമിനേഷനും ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ JEEയിൽ ഞങ്ങളുടെ 446 ട്രൈബൽ സ്റ്റുഡൻസ് JEEയിലേക്ക് എൻട്രൻസിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം IITയിലേക്കും NITയിലേക്കും ഞങ്ങളുടെ സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കും പല കുട്ടികളും അഡ്മിഷൻ നേടിയിട്ടുണ്ട്. ഈ ട്രൈബൽ വെൽഫെയർ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ ഞങ്ങൾ വിദ്യാഭ്യാസപരമായി, അക്കാഡമിക്സ് പരമായി വളരെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊരു മോഡലാണ് ശരിക്കും. 2020 കൊറോണ സമയത്ത് ഞങ്ങൾ വില്ലേജുകളിൽ കുട്ടികൾ സ്റ്റക്കായപ്പോൾ അവരെ ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കുകയും ടീച്ചർമാർ അവരവരുടെ വീടുകളിൽ നിന്ന് ഫോൺ മുഖേന ഈ കുട്ടികളെ ബന്ധപ്പെടുകയും അവർ ആ ഏരിയയിലുള്ള മുതിർന്ന ക്ലാസ്സിലുള്ള കുട്ടിയെ ഒരു ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ മുതിർന്ന കുട്ടി മറ്റുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും അങ്ങനെ ക്ലാസ് അവർ 16 മാസം ആ വിദ്യാഭ്യാസത്തിനുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയും ചെയ്തു. ഇത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ച് പേപ്പറിൽ വന്നതാണ്. ലേണിംഗ് കണ്ടിന്യൂഡ് ഡ്യൂറിങ് കോവിഡ് ഇൻ തെലങ്കാന സോഷ്യൽ വെൽഫെയർ റെസിഡൻഷ്യൽ സ്കൂൾസ് ആൻഡ് ട്രൈബൽ വെൽഫെയർ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞ് അതൊരു റെക്കോർഡാണ്. ഞാൻ അതിൻ്റെ പാർട്ടായിരുന്നു. അപ്പോൾ അതിൽ റിസർച്ച് പേപ്പറിൽ എൻ്റെ പേരും പരാമർശിച്ചിട്ടുണ്ട്. അതിലെനിക്കൊരു അക്നോളജ്മെൻറ്റ് യൂണിവേഴ്സിറ്റി അയച്ചിട്ടുണ്ടായിരുന്നു. 2013-14 ഞങ്ങൾ ഈ സ്കൂളുകളിൽ യൂത്ത് പാർലമെൻറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, കുട്ടികളെ പാർലമെന്റ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അസംബ്ലി, ഒരു സംസ്ഥാനത്തെ അസംബ്ലി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ യൂത്ത് പാർലമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കുട്ടികൾക്ക് ലാംഗ്വേജ്, ഇംഗ്ലീഷ്, ഈ സ്കൂളുകളെല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ്. ഈ 4 വരെയും അല്ലെങ്കിൽ 5 വരെയും ഈ കുട്ടികൾ തെലുങ്ക് മീഡിയത്തിലോ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ഇംഗ്ലീഷ് മീഡിയം പഠിക്കുകയും ചെയ്യുമ്പോൾ ഈ സ്കൂളുകളിലേക്ക്, ഈ ട്രൈബൽ വെൽഫെയർ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അല്ലെങ്കിൽ EMRS സ്കൂളിലേക്ക് വരുമ്പോൾ അവർക്ക് ഇംഗ്ലീഷിന് അത്ര പരിജ്ഞാനം പോരാത്തതുകൊണ്ട് ഞങ്ങളത് കണ്ടുകൊണ്ട് അവരിൽ ഞങ്ങൾ ഒരു ബ്രിഡ്ജ് കോഴ്സ് കണ്ടക്ട് ചെയ്യുകയും ഒരു ബുക്ക് അവർക്ക് കൊടുക്കുകയും അതിൽ പ്രത്യേക ഒരു 2-3 മാസം വേറെ ഒരു സബ്ജക്റ്റും ടീച്ച് ചെയ്യാണ്ട് ഇംഗ്ലീഷ് മാത്രം അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഒരു മിറർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്കൂളുകളിലും ഒരു 6-7 വലിയ 3x6 ഉള്ള
ഓരോ കണ്ണാടി, വലിയ കണ്ണാടി ഓരോ വരാന്തയിലും സ്ഥാപിക്കുകയും കുട്ടികൾ ആ കണ്ണാടിയിൽ മുന്നേ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയും, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ കോൺഫിഡൻസ് ലെവൽ അതിൽ കൂടുകയും ചെയ്തു. അതും അത് ന്യൂസ് പേപ്പറിലൊക്കെ കവറായതാണ്. അതൊരു നോവൽ ഐഡിയ ആണ് ഞങ്ങൾ കൊണ്ടുവന്നത്. അതിൽ ഭയങ്കര സക്സസ് ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് കരിയർ അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ സമൂഹത്തിൻ്റെ പല തുറകളിൽ നിന്നുള്ള വിദ്യാഭ്യാസമായും മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരെയും, അതുപോലെ പല കളക്ടർമാർ, പോലീസ് ഓഫീസേഴ്സ്, ഡോക്ടർമാർ, നഴ്സുമാർ, ലെക്ചറേഴ്സ്, ഇങ്ങനത്തെ മെക്കാനിക്സിനെയും ഞങ്ങൾ അസംബ്ലിയിൽ കൊണ്ടുവരികയും അവർ കുട്ടികളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം കുട്ടികൾക്ക് കരിയർ അവയർനെസ്, ഇങ്ങനെ ഇതുപോലെയും ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾ ടീച്ചർമാരാണ്, അവർ ടീച്ചർമാരെ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് അസംബ്ലിയിൽ വന്ന് ഇതുപോലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർക്ക് അവരുടെ വിഷൻ ഓപ്പൺ ആകുകയും അവർ ഇതുപോലെ കരിയർ അവയറിനെ കുറിച്ച് അവർ കൂടുതൽ ബോധവാന്മാരുകയും ചെയ്യുന്നുണ്ട്. മോഡൽ യുണൈറ്റഡ് നേഷൻസ് വരെ ഞങ്ങൾ 2019 മോഡൽ യുണൈറ്റഡ് നേഷൻസ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം കൊടുത്ത് അതിൽ 10ലും 12ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും കുട്ടികളെ ഞങ്ങൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളായിട്ട് അതിൽ കോമ്പറ്റീഷൻ വരെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം അതിൽ കുട്ടികൾ വളരെ പരിജ്ഞാനം വളരെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കിച്ചൺ ഗാർഡൻ, ഒരു കോമ്പോസ്റ്റ് മേക്കിങ്, കിച്ചൺ ഗാർഡന്, ക്ലീൻ ആൻഡ് ഗ്രീൻ എൻവയൺമെൻറ്റ്, ഇതിനൊക്കെ ഞങ്ങൾ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നമ്മുടെ പ്രിയങ്കരനായ കോഴിക്കോട് ഈസ്റ്റ് MLA പ്രദീപ് കുമാർ സാറ് 2017 ഈ റെസിഡൻഷ്യൽ സ്കൂളിൽ വരികയും ഞങ്ങളുടെ മോഡലിനെ പറ്റി പഠിക്കുകയും ചെയ്തു. അദ്ദേഹം വളരെ പ്രശംസയോടുകൂടി ഇത് നോക്കിക്കാണുകയും 2 ദിവസം ഞങ്ങളോടൊപ്പം താമസിക്കുകയും ചെയ്തു പുള്ളി. അപ്പോൾ 2-3 സ്കൂളുകൾ വിസിറ്റ് ചെയ്യുകയും ചെയ്തു പുള്ളി. അദ്ദേഹത്തിന് വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ സ്കൂളുകളെ കുറിച്ച്, ഇതിൻ്റെ ഓരോരോ ഘട്ടത്തിലുള്ള പ്രോഗ്രസ്സും അതിനെപ്പറ്റി അദ്ദേഹം പഠിക്കുകയും ചെയ്തു. അത് ഞങ്ങൾക്ക് നല്ലൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. അദ്ദേഹം വന്ന് ഞങ്ങളോടൊപ്പം ഒരു 2 ദിവസം ചെലവഴിക്കുകയും, അദ്ദേഹവും നടക്കാവ് സ്കൂളിലുള്ള ഹെഡ് മാസ്റ്ററും പിന്നെ അധ്യാപകരും ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം, ഒരു 6-7 പേരുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു എൻകറേജ്മെൻ്റ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഈ തെലങ്കാന മോഡല് കേരള മോഡലെ ഒരു സംസ്ഥാനം, വിദ്യാഭ്യാസപരമായി മുന്നിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു MLA വരികയും അതിനെപ്പറ്റി അദ്ദേഹം പഠിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുള്ള ഞങ്ങൾക്ക് എപ്പോഴും അഭിമാനമുള്ള ഒരു കാര്യമാണ്. 35 വർഷമായി ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നു. ഈ 2 ഡിപ്പാർട്ട്മെൻറ്റും എന്നെ കൺസൾട്ടൻ്റ് ആയിട്ടാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇന്ത്യയിലെ ബെസ്റ്റ് സ്കൂൾസ്, ഒരു 20-ൽ പരം ബെസ്റ്റ് സ്കൂൾ ഞാൻ ഇന്ത്യയിൽ സന്ദർശിച്ചിട്ടുണ്ട്. അതിലെ ബെസ്റ്റ് പ്രാക്ടീസ് കാണാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ വിട്ടത്. അതിൽ പല ബെസ്റ്റ് പ്രാക്ടീസസും ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് ഈ സ്കൂളുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള പല ലോ ബഡ്ജറ്റ് സ്കൂളുകളിലും ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് TLM എന്ന് പറയും, അത് വളരെ കുരിഞ്ഞ ചിലവിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. അതുപോലെ തന്നെ ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. പല പുതിയ പാഠ്യപദ്ധതികളും നമുക്ക് അക്കാഡമിക് ഇന്നോവേഷൻസ് നമുക്ക് ഈ സ്കൂളുകളിൽ നടത്താൻ പറ്റും. പ്രത്യേകിച്ചും ട്രൈബൽ ഏരിയയിലുള്ള സ്ഥലങ്ങളിലുള്ള സ്കൂളുകൾക്ക് നമുക്ക് പ്രത്യേകിച്ചും ഈ അക്കാഡമിക് ഇന്നോവേഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്നതാണ്. എൻ്റെ ഇത്രയും കാലത്തെ പരിചയവും അറിവും വെച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പുതിയ തലമുറയിലുള്ള ടീച്ചർമാർക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. ഇത് എൻ്റെ പ്രൊഫഷണലായിട്ട് ഇതാണ്. ഞാൻ കൺസൾട്ടൻ്റാണ് 2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെറുതായിട്ടൊക്കെ ഒന്ന് സഹകരിക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ രംഗാറെഡ്ഡി ഡിസ്ട്രിക്റ്റിലെ ക്യാരം അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ തെലങ്കാന ഘടകത്തിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഏരിയയിലെ വനസ്ഥലിപുരം ഏരിയയിലെ തെലങ്കാന മലയാളി അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 1 ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്മ തെലങ്കാന ഘടകം ഒരു യൂത്ത് ലീഡർഷിപ്പ് സമ്മിറ്റ് കണ്ടക്ട് ചെയ്തു. ഞാൻ അതിൻ്റെ ജനറൽ കൺവീനറായിരുന്നു. ഒരു 200 യൂത്തിനെ സംഘടിപ്പിച്ച് അവർക്ക് വേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റീസും കരിയർ ഓപ്ഷൻസും കുറിച്ച് ഞങ്ങൾ കൂടുതലായിട്ട് ആ ഏരിയയിലുള്ള വിദഗ്ധരെ ഞങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഹൈദരാബാദിലുള്ള പ്രമുഖ വ്യക്തികൾ വന്ന് പാനൽ ഡിസ്കഷനിലൂടെയും കീനോട്ട് അഡ്രസ്സിലൂടെയും അവരെ സംബോധന ചെയ്തു. അതൊരു വലിയ സക്സസ് ആയിരുന്നു. അത് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അതിലുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്.
ലോക മലയാളി സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള മലയാളികളിൽ പ്രമുഖരായ കലാ സാംസ്കാരിക വാണിജ്യ മേഖലയിലുള്ള മലയാളികളെ ഓരോ മലയാളിക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്ന പരിപാടിയാണ് ഗ്ലോബൽ കേരളം.